താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേലിൻ്റെ ചതിക്കുകയാണ്. തങ്ങൾ അതിന് വീയില്ലെന്നും ഈ വെടിനിർത്തൽ നിലപാടിനെ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥയെ തങ്ങൾ അംഗീകരിക്കില്ലെന്നും ഔദ്യോഗികപരമായ രീതിയിൽ ഹമാസ് പ്രസ്താവിച്ചു. ഈജിപ്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയോടനുബന്ധിച്ചാണ് ഹമാസ് തങ്ങളുടെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇനി മുതൽ താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തൽ ഇല്ല, സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തൽ അത് അവസാനിക്കുന്ന തരത്തിലുള്ള സംവിധാനത്തോടുകൂടി ഒരു കരാർ വ്യവസ്ഥ മുന്നോട്ട് വെച്ചുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് ഇതിന് ഈജിപ്തിനോട് ഹമാസ് പ്രതികരിച്ചത്. 10 ബന്ദികൾക്ക് പകരം 45 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ഇസ്രായേൽ ഈജിപ്തിനോട് ആവശ്യപ്പെട്ടത്. അത് ഈജിപ്ത് ഹമാസിന് കൈമാറുകയാണ് ചെയ്തത്. ഈ ഒരു കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. വരാൻ പോകുന്ന 45 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ, അതോടനുബന്ധിച്ച് 10 ബന്ദികളെ മോചിപ്പിക്കുക, അതിന് പകരമായ രീതിയിൽ ഫലസ്തീനികളെ ഇസ്രായേലിൻ്റെ തടവിൽ നിന്ന് മോചിപ്പിക്കുക. ഇതാണ് കരാർ വ്യവസ്ഥയുടെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അതോടനുബന്ധിച്ച് മാനുഷികപരമായിരിക്കുന്ന സഹായം ഗസയുടെ അകത്തേക്ക് ഉണ്ടാവുന്നതും വാഹനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിന്തിരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും വ്യവസ്ഥ ചെയ്യുന്നു. ഇതൊരു ഭാഗിക കരാർ എന്നതിനപ്പുറം സുസ്ഥിരമായിരിക്കുന്ന ഒരു കരാറിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ 45 ദിവസത്തെ കരാർ വ്യവസ്ഥ എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിരിക്കുന്ന മറുപടി, പല ഘട്ടങ്ങളിലും താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തൽ ഉണ്ടാവുകയും ആ വെടിനിർത്തലിൻ്റെ അവസാന ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം അവരുണ്ടാക്കാറുമുണ്ട്. ബന്ദികൾ തങ്ങളുടെ കൈവശത്തിലുണ്ട്, അവർ വിട്ടുതരണം, ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. കരാർ വ്യവസ്ഥ പാലിക്കാതെ അത് ലംഘിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ നാളുകൾ 1.5 വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും തങ്ങൾ അത്തരം ഒരു പരീക്ഷണത്തിൽ തയ്യാറല്ല. പകരം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്: കൃത്യമായിരിക്കുന്ന ഇടപെടലുകൾ മധ്യസ്ഥർ മുഖാന്തരം ഉണ്ടാക്കിയതിനു ശേഷം തങ്ങളുടെ കൈവശത്തിലുള്ള ബന്ദികളെ പൂർണ്ണമായ രീതിയിൽ അല്ലെങ്കിൽ മുഴുവനായ രീതിയിൽ മോചിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ്. അതോടൊപ്പം തന്നെ മരണപ്പെട്ടിരിക്കുന്ന ബന്ദികളുടെ മൃതദേഹം അത് മോചിപ്പിക്കാൻ തയ്യാറാണ്. പകരം ഹമാസ് മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേൽ ജയിലിലുള്ള മുഴുവൻ ഫലസ്തീനികളെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. 4000-ലധികം ഫലസ്തീനികൾ ഇസ്രായേൽ തടവിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അത് 2800 എന്ന് ഇതിന് മുൻപ് റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ ഏകദേശം 4ന്റെ അടുത്ത് തന്നെ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം വ്യാപകമായിരിക്കുന്ന റെയ്ഡും അറസ്റ്റും വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഗാസയുടെ ഭാഗങ്ങളിലൊക്കെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. 10 ബന്ദികൾക്ക് പകരം 500 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയാണെങ്കിൽ ആ കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ഇസ്രായേൽ ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നതിൻ്റെ രാത്രി തന്നെ 2ാം ഘട്ടം എന്ന നിലക്ക് അല്ലെങ്കിൽ ഇതിന് പകരം എന്ന നിലക്ക് ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഫലസ്തീനുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലടക്കുന്ന പ്രവൃത്തി അവർ നിരന്തരം ചെയ്യാറുള്ളതാണ്. അപ്പോൾ എത്ര പേരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാലും പകരം അവർ അറസ്റ്റ് ചെയ്യുന്ന രീതി തുടരുന്നു എന്നതിനാൽ ഇതിനൊരു സമാപനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ സമാപനം ഉണ്ടാവുക ഇങ്ങനെയാണ്: പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം, പൂർണ്ണമായിരിക്കുന്ന ഫലസ്തീനുകളുടെ മോചനം. ഈ 2 കരാർ വ്യവസ്ഥയും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മോചിപ്പിക്കുക എന്നുള്ളത് അത്തരമൊരു പ്രവൃത്തി തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ട് ഗാസയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേൽ സൈനിക പിന്മാറ്റം ഉണ്ടാവുകയും ഗാസക്കകത്തേക്ക് മാനുഷികപരമായിരിക്കുന്ന സഹായം നൽകാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾ ഈജിപ്തിൻ്റെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇസ്രായേലിൻ്റെ സൈനികർ തടഞ്ഞിരിക്കുന്ന മുഴുവൻ വാഹനങ്ങളും 2000-ലധികം വാഹനങ്ങൾ നിലവിൽ തടയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും വാഹനങ്ങളെ ഗാസക്കകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകുക, അവിടെ അന്താരാഷ്ട്ര സൈനിക സംവിധാനങ്ങൾ നിലയുറപ്പിക്കുകയും വേണം എന്നൊരു നിർദ്ദേശവും പറയുന്നു. ഇസ്രായേൽ സൈനികർ മാറി നിൽക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ UN സഭയുടെയോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര സൈനിക മേധാവിത്വമുള്ളവരിൽപ്പെട്ട സൈനികരോ അവിടെ നിയന്ത്രണം ഏറ്റെടുക്കണം. അങ്ങനെയാകുന്ന സമയത്ത് മാത്രമേ ഈജിപ്ത് വാക്ക് പാലിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ അവർക്ക് പാലിച്ചുകൊണ്ട് അവരുടെ സമയം വരുമ്പോൾ അവർ വാക്ക് തെറ്റിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ചെയ്യുന്നതാണ്. അത്തരം പ്രവർത്തനത്തിനോടൊന്നും തങ്ങൾക്ക് സപ്പോർട്ടില്ല. ആയതിനാൽ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും പറയുന്നു. ഇവിടെ ഇപ്പോൾ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയം ഇത്ര രൂക്ഷമായ രീതിയിൽ
ഇസ്രായേൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് തങ്ങൾ അതിന് തയ്യാറാണ്, 45 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പ്രചോദനം നൽകുന്നതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം രാജ്യത്തിൻ്റെ അകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായിരിക്കുന്ന സമരവും പ്രക്ഷോഭവുമാണ്. നിരാഹാര സത്യാഗ്രഹം കഴിഞ്ഞ 1 വർഷമായി തുടരുന്നവർ പോലും ഉണ്ട് എന്ന് പറയുന്നു. നെതന്യാഹുവിൻ്റെ ഓഫീസിൻ്റെ സമുച്ചയത്തിലും വീടിൻ്റെ സമുച്ചയത്തിലുമൊക്കെ ബന്ദികളുടെ ബന്ധുക്കൾ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ തുടർച്ച ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വലിയ സാഹസികപരമായിരിക്കുന്ന സമരമുറക്കാണ് ആ മേഖല ഈ സാക്ഷ്യം വഹിക്കുന്നത് എന്നതിനാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലാണ്. രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്തും അന്താരാഷ്ട്ര മേഖലയിലും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നടത്തുമ്പോൾ അതിനെല്ലാത്തിനും കൂടി അതിജീവിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇസ്രായേലിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കരാർ വ്യവസ്ഥയായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് 56 ബന്ദികൾ ഇപ്പോൾ ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളത്. 32 അല്ലെങ്കിൽ 34 ബന്ദികൾ ജീവനോടെ ഉള്ളവരും ബാക്കിയുള്ളവർ കൊല്ലപ്പെട്ടവരുമാണ് എന്നാണ് പറയുന്നത്. സൈനിക മേധാവികളും സൈനികരും അടക്കമുള്ള സൈനിക യൂണിഫോമിൽ തന്നെ മരണപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ ഈ ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന ഒരു എണ്ണൽ സംഖ്യ എത്ര എന്ന് ഇപ്പോഴും ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇത് ആരൊക്കെയാണ് എന്ന് പല കുറി ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ട് അവരത് പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ ഗവൺമെൻറ് അവിടെ കാണാതായിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റൊക്കെ ഈ പ്രസ്താവനയായിട്ട് പുറത്ത് വിട്ടിരുന്നു. അത് ചാനലുകളും പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ അവരൊക്കെ ഇവരുടെ കൈവശത്തിലുണ്ടോ, ഉള്ളവർ തന്നെ ജീവനോടെ ഉണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും വിവരം പറയാത്തത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത്, ഈ പറയപ്പെട്ട കരാർ വ്യവസ്ഥ പൂർണ്ണമായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗാസയിലുള്ള ബന്ദികൾ മുഴുവൻ മോചിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇസ്രായേലുള്ള ഫലസ്തീനുകൾ മോചിക്കപ്പെടും. അതുകൊണ്ട് ബന്ദികളെ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ ജയിലിലുള്ള പ്രതികളെ പിടിച്ചു വെക്കുക എന്ന് പറയുന്ന 2 സംവിധാനം ഇല്ലാതാവും. ഗാസയിൽ നിന്ന് ഏറെക്കുറെ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും. അങ്ങനെ ഒരു ശാന്തത വരും എന്ന് യഥാർത്ഥത്തിൽ ഫലസ്തീൻ കണക്ക് കൂട്ടുന്നില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വീണ്ടും ഗാസയെ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. ഗാസയെ ആക്രമിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അമേരിക്ക പൂർണ്ണമായ പിന്തുണ നൽകുന്നു. സൈനികമായ രീതിയിലുള്ള ഇടപെടലിന് ഒരു രാജ്യത്തിന് വലിയ താല്പര്യമില്ല. ഇറാനോ അല്ലെങ്കിൽ ലെബനാനോ അല്ലെങ്കിൽ യമനോ 2-3 രാജ്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ളവരൊക്കെ വായ്കൊണ്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അതുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നതിനപ്പുറമായ രീതിയിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നതിനാൽ കൃത്യമായിരിക്കുന്ന ബന്ദികളുടെ ലിസ്റ്റ് കൊടുക്കാതെ വല്ല കാരണവശാലോ വീണ്ടും ഈ കരാർ വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം വീണ്ടും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ പറയപ്പെടാത്ത കുറച്ച് ബന്ദികളെ ഹമാസ് തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൈവശത്തിൽ വെക്കാനോ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം പുറത്തു വരുന്നു. ഇത് ഇസ്രായേലിൻ്റെ സ്വഭാവ രീതികൾ വെച്ച് നോക്കുന്ന സമയത്ത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ കാര്യം, ഇടപെടൽ നടത്തപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടക്കൊലയും കൂട്ടക്കശാപ്പും ചെയ്യുന്ന സമയത്ത് അവരുടെ പാർലമെന്റ്, ഓരോരോ രാജ്യവും അവരുടെ പാർലമെന്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുറത്തെ നഗരങ്ങളിൽ വലിയ പ്രതിഷേധ ജ്വാലകൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ നിരാഹാര സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കുറേ മുദ്രാവാക്യം വിളിക്കുക. ഇതുകൊണ്ടൊന്നും ഇവിടെ കൂട്ടക്കൊലകൾ നിൽക്കുന്നില്ല, സമാധാനം പുലരുന്നില്ല, മരിക്കുന്ന ഫലസ്തീനികൾ മരിക്കാതിരിക്കുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും മൂലക്കൽ വെച്ചൊരു പ്രതിഷേധം നടക്കുന്നു, അതിൻ്റെ അത്ര തന്നെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നതിനപ്പുറമായ രീതിയിൽ ഇസ്രായേലിന് ഈ യുദ്ധം നിർത്താൻ അതൊന്നും അത് എന്തെങ്കിലും സ്വാധീനമോ പങ്കോ വഹിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരും അതിനെ പ്രതിരോധിക്കുന്നവരും അവരുടെ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇവരോട് ഇസ്രായേലിനോട് എതിരിടാൻ. അതുകൊണ്ട് എല്ലാവരുടെ ലിസ്റ്റും പുറത്തു വിടാതെ പറയപ്പെടുന്ന കരാർ വ്യവസ്ഥയുള്ള ആളുകളെ വിട്ടുകൊടുത്താലും ഒരു പക്ഷേ ഹമാസിൻ്റെ കൈവശത്തിൽ അല്ലെ പലസ്തീൻ്റെ കൈവശത്തിൽ ഇനിയും ബന്ദികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ
അതിന് പകരം വെക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് പറയപ്പെടുന്നു. ഇത് സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ടൊന്നുമല്ല. സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് വിലയിരുത്തുന്നത്. അതിനവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ട്രംപ് വലിയ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ നടത്തിയിരുന്നു. മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഗാസ നരകമാക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ അതിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയൊന്നും ഫലസ്തീൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ കാര്യം ഇത്തരം ഭീഷണികളൊക്കെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നതിനാലാണ്. അപ്പോൾ ഇതിന് സമാനമായിരിക്കുന്ന ഒരു ഭീഷണി സ്വഭാവം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. സർവ്വ മേഖലയും കീഴടക്കും ആദ്യത്തെ ഘട്ടത്തിൽ പോലെ തന്നെ, എന്നിട്ട് അവിടെ ഹമാസിനെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യങ്ങൾ തങ്ങൾ സൃഷ്ടിക്കും എന്ന് പറയുകയും വലിയ സ്ഫോടനം നടത്തി ഏകദേശം 400ഓളം ആളുകൾ ഒരു ദിവസം മരണപ്പെട്ട റിപ്പോർട്ടൊക്കെ ഗാസയിൽ നിന്ന് പുറത്തു വന്നതാണ്. അപ്പോഴും ഫ്രീ ആയ രീതിയിൽ കരാർ വ്യവസ്ഥ ഇല്ലാത്ത രീതിയിൽ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാവുകയോ ബന്ദികളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഏരിയകൾ കണ്ടുപിടിക്കാൻ ഇസ്രായേൽ സാധിക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ പ്രശ്നങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പലസ്തീൻ പറയുന്ന കാര്യം വെടിനിർത്തൽ, താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തൽ എന്നത് ഇസ്രായേലിനെ ചതിക്കുകയാണ്. നിലപാടിൽ നിന്ന് പലസ്തീന് മാറ്റങ്ങളൊന്നുമില്ല. തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരമല്ലാതെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിലേക്ക് മാറുകയും, എന്നാൽ പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം ഈ ഫലസ്തീൻ്റെ ഭാഗത്ത് മുന്നോട്ട് വന്നതോടുകൂടി അത് അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരങ്ങൾ ഇസ്രായേലിൻ്റെ നഗരത്തിൽ പ്രക്ഷോഭവുമായിട്ടും പ്രതിഷേധവുമായിട്ടും രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതിനാൽ ഏറെക്കുറെ ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വരും എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.